وكنتم على شفا حفرة من النار فأنقذكم منها كذلك يبين الله لكم آياته لعلكم تهتدون ولتكن منكم أمة يدعون إلى الخير ويأمرون بالمعروف وينهون عن المنكر وأولئك هم المفلحون وكنتم നിങ്ങളായിരുന്നു على شفا حفرة من النار നരകക്കുണ്ടിന്റെ വക്കിലായിരുന്നു. ഫഅൻഖദകും അപ്പോൾ അല്ലാഹു നിങ്ങളെ രക്ഷിച്ചു. മിൻഹാ അതിൽ നിന്നും രക്ഷിച്ചു. കദാലിക യുബയ്യിനുല്ലാഹു ലക്കും ആയാതി ഇപ്രകാരം അല്ലാഹു നിങ്ങൾക്ക് അവന്റെ വചനങ്ങൾ വിശദീകരിച്ചു തരുന്നു. ലഅല്ലകും തഹ്തദൂൻ നിങ്ങൾ സന്മാർഗത്തിലൂടെ സഞ്ചരിക്കുന്നതിന് വേണ്ടി. വൽതകും മിൻകും ഉമ്മ നിങ്ങളിൽ വലിയൊരു സംഘമുണ്ടാകണം. യദ്ഊന ഇലൽ ഖൈർ അവർ നന്മയിലേക്ക് ക്ഷണിച്ചുകൊണ്ടിരിക്കുന്നു. വയഅ്മുറൂന ബിൽ മഅറൂഫ് നന്മയെ കൽപ്പിക്കുന്നു. വയൻഹൗന അനിൽ മുൻകർ തിന്മയെ തൊട്ടും തടയുകയും ചെയ്യുന്നു. വൗലായിക ഹുമുൽ മുഫ്ലിഹൂൻ അവർ തന്നെയാണ് വിജയം പ്രാപിക്കുന്നവർ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിന്റെ ആദ്യ ഭാഗത്ത്, അത് കഴിഞ്ഞ 103-ാമത്തെ ആയത്തിന്റെ അവസാന ഭാഗമാണ്. അതിൽ അല്ലാഹു ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്ത് വന്ന സന്ദർഭത്തിൽ പ്രബോധനം ആരംഭിച്ച സമയത്തുള്ള അവസ്ഥ വളരെ ഉജ്ജ്വലമായി ചിത്രീകരിക്കുകയാണ്. വകുന്തും അലാ ശഫാ ഹുഫ്റത്തിൻ മിനൻ നാർ നിങ്ങൾ അഗ്നികുണ്ഡത്തിന്റെ വക്കിലായിരുന്നു. അന്നത്തെ മാനവരാശി എല്ലാത്തരം അധർമ്മങ്ങളുമായി ബന്ധപ്പെട്ട് മുഴുവൻ നന്മകളെയും ഉപേക്ഷിച്ച് ജീവിതത്തെയും ജീവിത ലക്ഷ്യത്തെയും മറന്ന് പരക്കം പായുകയായിരുന്നു. എന്തിനാണ് ജീവിക്കുന്നത്? എന്തിനാണ് പടച്ചവൻ നീ പ്രപഞ്ചത്തിന്റെ സൗകര്യങ്ങളെല്ലാം ചെയ്തു തന്നത് എന്നതിനെപ്പറ്റി അവർക്ക് അറിവില്ലായിരുന്നു. എന്നല്ല, ആവശ്യമായ ഒന്നിനെക്കുറിച്ചും അറിവില്ലായിരുന്നു. ആ കാലഘട്ടത്തെക്കുറിച്ച് പണ്ഡിതന്മാർ പറയുന്നത് ജാഹിലിയ കാലഘട്ടമെന്നാണ്.
വിശ്വാസം, ആരാധന, പരസ്പര ബന്ധം, ഇടപാടുകൾ, സ്വഭാവങ്ങൾ, എല്ലാ വിഷയങ്ങളിലും അന്ന് അധപ്പതനം സംഭവിച്ചിരുന്നു. അന്നത്തെ അവസ്ഥ തിന്മകൾ ഏതെങ്കിലും ഒരു വിഷയത്തിൽ മാത്രം പരിമിതമല്ലായിരുന്നു. അതുകൊണ്ട് അന്നത്തെ അവസ്ഥയെ ചിത്രീകരിക്കാനുള്ള ചുരുങ്ങിയ വാചകം ജഹാലത്ത്, വിവരക്കേട് എന്നുള്ളതാണ്. അങ്ങനെ അവർ ജീവിച്ച കാരണത്താൽ അവർ അഗ്നികുണ്ഡത്തിന്റെ അരികിലെത്തിയിരുന്നു. വീഴുക എന്നതൊഴിച്ച് വേറെ എല്ലാ കാര്യങ്ങളും നിർവഹിച്ചു കഴിഞ്ഞിരുന്നു. ഈ സമയത്താണ് അള്ളാഹുവിന്റെ കാരുണ്യത്തിന്റെ കാർമേഘം ഇളകി മറഞ്ഞത്. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലൂടെ അനുഗ്രഹീതമായ വിജ്ഞാനത്തിന്റെ കാർമേഘം പെയ്തിറങ്ങാൻ തുടങ്ങിയത്. وَكُنْتُمْ عَلَى شَفَا حُفْرَةٍ مِّنَ النَّارِ നിങ്ങൾ നരകാഗ്നിയുടെ കുണ്ടിന്റെ വക്കിലായിരുന്നു. فَأَنْقَذَكُمْ مِنْهَا അല്ലാഹു നിങ്ങളെ അതിൽ നിന്നും രക്ഷിക്കുകയുണ്ടായി. എങ്ങനെ രക്ഷിച്ചു? പരിശുദ്ധ ഖുർആനിലൂടെ. ആ ഖുർആൻ കൊണ്ടുവന്ന മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ തങ്ങളുടെ പ്രവാചകത്വത്തിന്റെ പ്രവർത്തനങ്ങളിലൂടെ. ഫഅൻഖദകും മിൻഹാ അങ്ങനെ അല്ലാഹു നിങ്ങളെ അതിൽ നിന്നും രക്ഷിക്കുകയുണ്ടായി. كذلك يبين الله لكم آياته لعلكم تهتدون അല്ലാഹു നിങ്ങൾക്ക് കാര്യങ്ങൾ ഇപ്രകാരം വിശദീകരിച്ചു തരുന്നത് നിങ്ങൾ പഴയ കാര്യങ്ങൾ പാടിക്കൊണ്ടിരിക്കാൻ മാത്രമല്ല, നിങ്ങൾ സന്മാർഗം പ്രാപിച്ച് അതേ വഴിയിലൂടെ സഞ്ചരിക്കുന്നതിന് വേണ്ടിയാണ്. മുൻഗാമികൾ ഏതൊന്നിലാണോ വിജയിച്ചത് ആ കാര്യങ്ങൾ നിങ്ങൾ പഠിക്കുകയും പകർത്തുകയും ചെയ്തുകൊണ്ട് നിങ്ങളും സന്മാർഗികളാകാൻ വേണ്ടിയാണ് അല്ലാഹു ഈ കാര്യങ്ങൾ നിങ്ങളോട് വിശദീകരിക്കുന്നത്. ആ മുൻഗാമികളുടെ മാർഗം എന്താണ്? അതിനെക്കുറിച്ച് അല്ലാഹു തആല അടുത്ത വാക്കിൽ പറയുന്നു. വൽതകും മിൻകും ഉമ്മത്തുൻ യദ്ഊന ഇലൽ ഖൈർ നിങ്ങളിൽ വലിയൊരു വിഭാഗം ആളുകൾ എല്ലാ സ്ഥലങ്ങളിലും മുഴുവൻ കാലങ്ങളിലും ഉണ്ടായിരിക്കണം. ഓരോ നാട്ടിലും പ്രദേശത്തും ഉണ്ടാകണം. അവർ 3 കാര്യങ്ങൾ ചെയ്യേണ്ടതാണ്. ഒന്ന്, യദ്ഊന ഇലൽ ഖൈർ എല്ലാ ജനങ്ങളെയും നന്മയിലേക്ക് ക്ഷണിച്ചുകൊണ്ടിരിക്കണം. അവരുടെ ജോലി, ഡ്യൂട്ടി ഇതായിരിക്കും. അടുത്തവരെയും അകന്നവരെയും മുഴുവൻ മനുഷ്യരെയും നന്മയിലേക്ക് ക്ഷണിച്ചുകൊണ്ടിരിക്കണം. അവർ അതിനുവേണ്ടി ഒഴിവാകണം. ഈ ഒരു ജോലിക്ക് വേണ്ടി മാത്രം അവർ മാറി നിൽക്കണം. യദ്ഊന ഇലൽ ഖൈർ വയഅ്മുറൂന ബിൽ മഅറൂഫ് അങ്ങനെ നന്മയിലേക്ക് ക്ഷണിക്കുമ്പോൾ ആ നന്മയിലേക്ക് കടന്നു വരുന്നവർക്ക് നന്മ കൊണ്ട് ഉപദേശിക്കണം. നന്മയിലേക്ക് ക്ഷണിച്ചു, ആളുകൾ നന്നാകാൻ തയ്യാറായി. എന്നിട്ട് തോന്നുന്നത് പോലെ നന്നാകുന്നില്ല. അവർക്ക് ദീനിന്റെ കാര്യങ്ങൾ അവരെ കൽപ്പിച്ച് മനസ്സിലാക്കി കൊടുക്കണം.
ഈമാനിന്റെ കാര്യങ്ങൾ വിവരിച്ചു കൊടുക്കണം. നമസ്കാരം, ഇതര ഇബാദത്തുകളെ പറ്റി മനസ്സിലാക്കി കൊടുക്കണം. നോമ്പ്, സക്കാത്ത്, ഹജ്ജ് ഇതിനെല്ലാം കൽപ്പിക്കണം. നല്ല പെരുമാറ്റം, സൽസ്വഭാവം, നല്ല ഇടപാടുകൾ, ഈ കാര്യങ്ങൾ കൽപ്പിക്കണം. വയൻഹൗന അനിൽ മുൻകർ, തിന്മയെ തൊട്ട് തടയുകയും ചെയ്യും. ശിർക്കിൽ നിന്നും തടയും, അനാചാരങ്ങളിൽ നിന്നും തടയും, ആരാധനകളിൽ വീഴ്ച വരുത്തുന്നതിനെ തൊട്ടും തടയും. ദുസ്വഭാവങ്ങൾ, കുടുംബ വഴക്കുകൾ, പരസ്പര പ്രശ്നങ്ങൾ, നിഷിദ്ധമായ സമ്പാദ്യങ്ങൾ, ഇതിനെ തൊട്ടും തടയും. അള്ളാഹു പറയുന്നു, മഹാന്മാരായ സഹാബാക്കൾ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മടിത്തട്ടിൽ വളർന്നവർ, അവരുടെ വിജയത്തിന്റെ അടിസ്ഥാനം ഇതായിരുന്നു: നിങ്ങളും ഇപ്രകാരം മാറേണ്ടതായിട്ടുണ്ട്. നിങ്ങളിൽ വലിയൊരു വിഭാഗമുണ്ടാകണം. ആ വിഭാഗമാണ് സഹോദരങ്ങളെ മദ്രസകൾ തയ്യാറാക്കുന്നവർ. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മടിത്തട്ടിൽ വളർന്നു വരുന്നവർ, തുണിത്തുമ്പിൽ പിടിച്ച് മുമ്പോട്ട് നീങ്ങുന്നവർ. ഒരു ഭാഗത്ത് പണ്ഡിതന്മാരുടെ വിജ്ഞാനവുമായി ബന്ധപ്പെട്ട മുഴുവൻ ആളുകളുടെയും പ്രധാനപ്പെട്ട ദൗത്യം ഈ ആയത്ത് പറയുന്നു. അവരുടെ ജോലി നന്മയിലേക്ക് ജനങ്ങളെ ക്ഷണിക്കലാണ്. വാമൊഴിയിലൂടെ, വരമൊഴിയിലൂടെ, പ്രവർത്തനങ്ങളിലൂടെ, സ്വഭാവങ്ങളിലൂടെ, പുഞ്ചിരിയിലൂടെ, ദേഷ്യത്തിലൂടെ ജനങ്ങളെ നന്മയിലേക്ക് ക്ഷണിക്കണം. രണ്ട്, വരുന്നവർക്ക് നന്മകൾ പഠിപ്പിച്ചു കൊടുക്കണം, അതിനെപ്പറ്റി ഉണർത്തണം, തിന്മയെ തൊട്ടും തടയണം. അപ്പോൾ ഒരു ചോദ്യം, മറ്റുള്ളവരോ? മറ്റുള്ളവർ ഇവർക്ക് വേണ്ട സേവനങ്ങളും സഹായങ്ങളും ചെയ്തു കൊടുക്കണം. സമൂഹം ഒരു ശരീരം പോലെയാണ്. നാവ് സംസാരിക്കും, തല ചിന്തിക്കും, കണ്ണ് കാണും, കാത് കേൾക്കും, കയ്യും കാലും അവർക്ക് വേണ്ട സേവനങ്ങളെല്ലാം ചെയ്തു കൊടുക്കും. ഇതുപോലെ സമുദായം മുഴുവനും ഇതുമായി ബന്ധപ്പെടേണ്ടതാണ്. എല്ലാവരും ഇതുമായി സഹകരിക്കണം. അതുകൊണ്ട് തന്നെ പണ്ഡിതന്മാരിൽ ഒരു കൂട്ടം ആളുകൾ ഈ ആയത്തിന് ഇങ്ങനെയും അർത്ഥം പറയുന്നുണ്ട്: വൽതകും മിൻകും ഉമ്മ, നിങ്ങളെല്ലാവരും ഒരു സമൂഹമായി മാറണം, ഒരു ഉമ്മത്തായിട്ട് മാറണം. യദ്ഊന ഇലൽ ഖൈർ, എല്ലാവരുടെയും ദൗത്യം മുഴുവൻ ജനങ്ങളെയും നന്മയിലേക്ക് ക്ഷണിക്കലാണ്. വയഅ്മുറൂന ബിൽ മഅറൂഫ്, ദീനിൽ സ്ഥിരപ്പെട്ട കാര്യങ്ങൾ കൽപ്പിക്കലാണ്, പഠിപ്പിക്കലാണ്. വയൻഹൗന അനിൽ മുൻകർ, ദീൻ തടഞ്ഞ കാര്യങ്ങളെ തടയലാണ്. വഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ, അല്ലാഹു പറയുന്നു അവസാനമായി, ഇവർ തന്നെയാണ് വിജയിക്കുന്നവർ, ഇവർക്കാണ് വിജയം കിട്ടുക. ഈ പ്രവർത്തനം പ്രവർത്തിക്കുന്നവർ, ഈ പ്രവർത്തനത്തിന് സഹായങ്ങൾ ചെയ്യുന്നവർ, ഈ പ്രവർത്തനവുമായി ബന്ധപ്പെടുന്നവർ, ഏതെങ്കിലും നിലയിൽ ബന്ധപ്പെടുന്നവർ, അവരാണ് യഥാർത്ഥ വിജയികൾ. തെളിവ് നോക്കുക. ആദരവായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്കും സഹാബാക്കളിലേക്കും അവർ നിരന്തരം ജനങ്ങളെ നന്മയിലേക്ക് ക്ഷണിച്ചിരുന്നു, മറ്റുള്ളവർക്ക് നന്മ പഠിപ്പിച്ചിരുന്നു, തിന്മയിൽ നിന്ന് തടഞ്ഞിരുന്നു. അവർ വിജയിച്ചു, അവരിലൂടെ ജനങ്ങൾ വിജയിക്കുകയുണ്ടായി. ഈ വഴിയിലൂടെയാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മാനവരാശിയെ അഗ്നികുണ്ഡത്തിന്റെ അരികിൽ നിന്നും രക്ഷിച്ചത്. ഇതേ കാര്യം സമുദായം ലോകാവസാനം വരെയും നിർവഹിക്കൽ കടമയാണ്. അതിനുവേണ്ടിയാണ് മസ്ജിദുകൾ, മദ്രസകൾ, അതിനുവേണ്ടിയാണ് പടച്ചവൻ ഈ ഉമ്മത്തിന് സൗകര്യങ്ങളും സഹായങ്ങളുമെല്ലാം ചെയ്തിരിക്കുന്നത്. എന്നല്ല, പടച്ചവന്റെ സഹായം ഇതിലൂടെ മാത്രമേ ലഭിക്കുകയുമുള്ളൂ. അള്ളാഹു നമുക്ക് മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും നമ്മുടെ ജീവിതത്തെ ഈ പറയപ്പെട്ട പ്രവാചക ദൗത്യത്തിന് വേണ്ടി, പ്രവർത്തനത്തിന് വേണ്ടി മാറ്റിവെക്കാനും അള്ളാഹു തൗഫീഖ് നൽകുമാറാകണം.